ഹുവാവയുടെ ഹുവാവെ മേറ്റ് പാഡ് 12X എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവെ മേറ്റ് പാഡ് 12X എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 12 ഇഞ്ചിൻ്റെ 2.8K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2800x1840 ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് പേപ്പർ മേറ്റ് ഡിസ്പ്ലേ ആണ്. അതായത് പേപ്പറിൻ്റെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ണിന് അത്ര സ്ട്രെയിൻ ഒന്നും വന്നോളണം എന്നില്ല. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 88% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ടാബിൽ വരുന്നത്. 3:2 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 1000 നിറ്റ്സ് വരെയൊക്കെ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്നാലും 61,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ടാബ്ലറ്റ് ആണ്. OLED പാനലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 555 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 5.9 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ 3rd ജനറേഷൻ ഹുവാവെ M പെൻസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിക് കീബോർഡും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഗ്രീന്, വൈറ്റ്, പിങ്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഏത് പ്രോസസ്സറാണ് ഇതിൽ വരുന്നത് എന്നുള്ള കാര്യം അവർ റിവീൽ ചെയ്തിട്ടില്ല. എന്നാലും പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് കിരിൻ്റെ 9000W എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത് എന്നാണ്. പിന്നെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻ്റർണലുമാണ് വരുന്നത്. 12 GB റാമും 512 GB ഇൻ്റർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ടാബ് പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഹുവാവയുടെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാർമണി OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ആൻഡ്രോയിഡിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരില്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 13 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം ടാബ് ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 10100 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുമാത്രമല്ല 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 549.99 പൗണ്ട് എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 61,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ OLED പാനലും കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അതുപോലെ തന്നെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറൊക്കെ ആയിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം പല റെസ്ട്രിക്ഷൻസും ഇതിൽ ഉണ്ട്. എന്തായാലും ഹുവാവയുടെ ഹുവാവെ മേറ്റ് പാഡ് 12X എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഗൂഗിളിൻ്റെ സപ്പോർട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത്ര ക്ലിക്ക് ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഹുവാവെ അധികം ഡിവൈസുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. അപ്പം ഇതാണ് ഹുവാവെ മേറ്റ് പാഡ് 12X എന്ന ടാബിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.